ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ്സിലൂടെ അവർ കടന്നു പോകും. സ്ട്രെസ്സ് നല്ലതാണോ മോശമാണോ? എല്ലാവരുടെ അഭിപ്രായം സ്ട്രെസ്സ് മോശമാണെന്നാണ്. നല്ല സ്ട്രെസ് ഉണ്ടോ? നിയന്ത്രിതമായ സ്ട്രെസ് നല്ലതാണ്. പരീക്ഷയുടെ സമയത്ത് സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മൾ അതെല്ലാം ഒരു ഹോളിഡേ മൂഡിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. സ്ട്രെസ് ഏറെക്കുറെ നമുക്ക് ജീവിതത്തിൽ വേണം അല്ലേ? പക്ഷേ നിയന്ത്രണാതീതമായിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. ഇന്നത്തെ കുട്ടികൾക്ക് സ്ട്രെസ്സ് പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾക്ക് സ്ട്രെസ്സ് കൂടുതലാവാൻ കാരണം? മത്സരം, കോമ്പറ്റീഷൻസ്, മത്സര ബുദ്ധിയോടുകൂടെയുള്ള പഠനം, കമ്പോളവൽക്കരണം, വ്യവസായവൽക്കരണം, ഇതൊക്കെ ഒരുപാട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ മാറ്റിയിട്ടുണ്ടല്ലേ? ഒരുപാട് നല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് അതേ സമയത്ത് തന്നെ ഒരുപാട് ദൂഷ്യങ്ങളും ഇതൊക്കെ കൊണ്ട് നമുക്കുണ്ടാവുന്നു. നീ എനിക്ക് വാട്ടർ പ്രൂഫ് മേക്കപ്പ് സെറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞായിരുന്നു. കൊണ്ടുവന്നായിരുന്നോ? ഇല്ല. മഴയത്ത് പോലും മേക്കപ്പ് പോവില്ലല്ലോ. അത് കിട്ടിയിട്ട് വേണം മസിനെ പോലെ. വാട്ടർ പ്രൂഫ് മേക്കപ്പിന് എന്ത് വിലയാവും? 2000 രൂപ. എനിക്കത് വാങ്ങാൻ പറ്റത്തില്ല. നടിമാർ മേക്കപ്പ് ഇടുന്നത് ശരിയാ, അതവരുടെ ജോലിയുടെ ഭാഗമാ. നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നില്ലല്ലോ. അതൊന്നും വാങ്ങി കൊടുക്കരുത് കേട്ടോ. ഈ സമയത്ത് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നമുക്ക് പഠനം തന്നെയാ. അപ്പോൾ ഒരു സാധനം നമ്മുടെ മുന്നിൽ വരുമ്പോഴും ഇതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ട്, ഇതുകൊണ്ട് എന്തൊക്കെ ദോഷമുണ്ട് എന്ന് വിമർശന ബുദ്ധിയോടെ ചിന്തിച്ച് സ്വന്തമായിട്ട് തെറ്റും ശരിയും മനസ്സിലാക്കി തീരുമാനം എടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കണം. അതുപോലെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് സംശയങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും വരുന്ന ഒരു പ്രായമാണ്. ലൈംഗിക പീഡനം, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പത്രത്തിൽ വരുന്നില്ലേ, മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലേ? ആദ്യമായിട്ട് വേണ്ടത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ കുറ്റബോധം തോന്നരുത്. നമ്മളൊരു പീഡനത്തിന് ഇരയാവുമ്പോൾ കുറ്റബോധം ഒട്ടുമേ തോന്നരുത്. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക. വളരെ ഫേമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്ന് പെടുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? ബഹളം വയ്ക്കേണ്ടി വരും. മിണ്ടാതിരിക്കരുത്. പിന്നെ പലരും എന്ത് ചെയ്യും? ആരെ അറിയിക്കില്ല. പക്ഷെ അത് മാതാപിതാക്കളോടും നമുക്ക് വിശ്വസിക്കാവുന്ന മുതിർന്നവരോടും പറയേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കെണിയിലേക്ക് ചെന്ന് ചാടും. മോളെന്താ അവിടെ തല താഴ്ത്തിയിട്ടിരിക്കുന്നത്? ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നത് എന്തോ ഒരു വിഷമം പിടിച്ച പോലെ ഇരിക്കുന്നത്. ഒന്നുമില്ല. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും തുറന്ന് ചർച്ച ചെയ്യാം.